ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ അനന്തകൃഷ്ണൻ. അപ്പൂസ് ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ വർക്കിന്റെ വീഡിയോ ആണ്, അതായത് മെക്കാനിക്കൽ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ടൊയോട്ട എത്തിയോസ് ആണ്. അതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടത്തിൽ ഓഫായി പോകാൻ കംപ്ലൈന്റ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പമ്പ് അടിച്ചു, പമ്പ് ന്യൂസിൽ മേടിച്ചു. അതിന്റെ റീഫില്ലിംഗ് വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ എത്തിയോസിന്റെ 4 ഇഞ്ചക്ടർ. ഇതാണ് പമ്പ്. ഇത് റെയിൽ പ്രഷർ സെൻസറാണ്, അല്ലെങ്കിൽ DRV എന്ന് പറയും, അല്ലെങ്കിൽ റെയിൽ സെൻസർ എന്ന് പറയും. ഇതാണ് നമ്മുടെ പമ്പും നോസിലും DRVയും എറ്റിയോസിൻ്റെ. ഗായ്സ് നോക്കൂ, നമ്മുടെ ടൊയോട്ട എറ്റിയോസ് ഡീസലിൻ്റെ പമ്പിൻ്റെയും ഇഞ്ചക്ടറിൻ്റെയും റീഫിറ്റിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിനിയും ആദ്യം പമ്പാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. പമ്പ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഷാഫ്റ്റിൻ്റെ കീയുടെ നേരെ വേണം ഷാഫ്റ്റ് സെറ്റ് ചെയ്യാൻ. ഞാൻ ഷാഫ്റ്റ് സെറ്റ് ചെയ്തു. കീയുടെ നേരെയാണ് ഞാൻ ഷാഫ്റ്റ് സെറ്റ് ചെയ്തത്. അപ്പോൾ കീയുടെ നേരെ വേണം പമ്പ് ഫിറ്റ് ചെയ്യാൻ. ഞാൻ പമ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പമ്പ് കയറി, പമ്പ് ഒറ്റയടിക്ക് കയറി. ഷാഫ്റ്റിൻ്റെ നേരെ ആയതുകൊണ്ടാണ് ഒറ്റയടിക്ക് കയറുന്നത്, അല്ലെങ്കിൽ കുറേ പണിയാണ് പമ്പ് കയറ്റാൻ. അപ്പോൾ ഷാഫ്റ്റ് നേരെ സെറ്റ് ചെയ്താൽ മതി. കീയുടെ നേരെ വേണം ഷാഫ്റ്റ് സെറ്റ് ചെയ്യാൻ, എന്നിട്ട് വേണം പമ്പ് കയറ്റാൻ. പമ്പിൻ്റെ സൈഡിൽ 3 12 നെട്ടുണ്ട്. 12 ബോക്സ് വെച്ച് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് മറ്റേ ഫിൽറ്ററിലേക്കൂടെയുള്ള പൈപ്പ് കൊടുക്കുക, ഇൻലെറ്റ് പൈപ്പ് കൊടുക്കുക, ഔട്ട്ലെറ്റ് പൈപ്പ് കൊടുക്കുക. പിന്നെ ഡ്രെയിനിലേക്കുള്ള 17 പൈപ്പ് കൊടുക്കുക. എന്നിട്ടാണ് ഇഞ്ചക്ടർ പിടിപ്പിക്കുന്നത്. ഗായ്സ്, ഇനിയും ഇഞ്ചക്ടർ ഫിറ്റിംഗ് വർക്കാണ്. ഇഞ്ചക്ടർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ 4 ഇഞ്ചക്ടറിൻ്റെ ടിപ്പും വേസ്റ്റും സ്ക്രൂ ഡ്രൈവറും വെച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇഞ്ചക്ടറിൻ്റെ അവിടെ നിന്ന് ഒരു കടകടറാന്നൊരു സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഇഞ്ചക്ടർ ക്ലീൻ ആക്കാൻ വേണ്ടി പോവുകയാണ്. ഇഞ്ചക്ടറിൻ്റെ ടിപ്പ് ക്ലീൻ ആക്കാൻ വേണ്ടി പോവുകയാണ്. ഇഞ്ചക്ടറിൻ്റെ ടിപ്പ് ക്ലീൻ ആക്കിയിട്ട് 1 2 3 4 ഇഞ്ചക്ടറിൻ്റെ ഓർഡറിലേക്ക് ഇഞ്ചക്ടർ കയറ്റണം. അപ്പോൾ ഇഞ്ചക്ടർ കയറ്റുമ്പോൾ 1 2 3 4 ഓർഡറിൽ കയറ്റണം. എന്നിട്ട് ഇഞ്ചക്ടർ കയറ്റിയിട്ട് നെക്കിൻ്റെ അവിടെ 12 ബോക്സ് 12 നട്ടുണ്ട്. 12 ബോക്സ് വെച്ച് ടൈറ്റ് ചെയ്യുക 4 പിന്നെ 17 പൈപ്പ് കൊടുക്കുക, റെയിലിലേക്കുള്ള പൈപ്പ് കൊടുക്കുക. പിന്നെ ഹീറ്റർ പ്ലഗിൻ്റെ കണക്ഷൻ കൊടുക്കുക. അങ്ങനെയാണ് ഇഞ്ചക്ടർ ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബോണറ്റിൽ മറ്റേ സാധനം വടിയില്ലാത്ത കാരണം ഞാനിപ്പോൾ എൻ്റെ പഴയ തുടയ്ക്കണ കോലിൻ്റെ വടിയും വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും വിഷയമാക്കണ്ട.
ഇഷ്ടമായ എല്ലാവരും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മാക്സിമം യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മാക്സിമം ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരും. വരുന്നത് വരെ കാത്തിരിക്കുക. എല്ലാവരും അറിയിക്കാം പുതിയൊരു വീഡിയോ ഞാൻ. അപ്പോൾ